താജുൽ ഉലമ തങ്ങളുപ്പാപ്പയെ ആര് സന്ദർശിച്ച് സ്വലാത്തിന്റെ ഇജാസത്ത് വേണമെന്ന് പറഞ്ഞാലും തങ്ങളുപ്പാപ്പ കൊടുത്തിരുന്ന സ്വലാത്താണ് സ്വലാത്തു അലിൽ ഖദ്ർ. എല്ലാ ദിവസവും 7 തവണയും വെള്ളിയാഴ്ച രാവിൽ അത് ഒരാൾ 70 തവണയും ചൊല്ലിയാൽ, അല്ലെങ്കിൽ 100 തവണ ചൊല്ലിയാൽ, അതിൽ കൂടുതൽ തവണ ചൊല്ലിയാൽ അയാൾ നാളെ മരിച്ച ഖബറിലേക്ക് ചെല്ലുമ്പോ അയാളുടെ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുക സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? മദനിയം അബ്ദുൽ ലത്തീഫ് സഖാഫിയുടെ വകയല്ല. ഈ വർത്തമാനങ്ങൾ പറഞ്ഞതാരാണ്? 70 തവണ അല്ലാഹുവിന്റെ റസൂലിനെ യഖ്ലത്തിലും മനാമിലും കണ്ട മഹാൻ, യഖ്ലത്തിലും മനാമിലും മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട മഹാൻ, അല്ലാഹുവിന്റെ റസൂല് ശൈഖുൽ ഹദീസ് എന്ന് വിളിച്ച മഹാൻ, 21 വർഷക്കാലം കിതാബ് എഴുതുന്നതിന് വേണ്ടി ഒരു റൂമിന്റെ ഉള്ളിൽ ഒറ്റക്കിരുന്ന് വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാൻ. മാഷാ അല്ലാഹ്. മഹാനവറുകളാണെങ്കിലോ എഴുതിയത് മുഴുവനും അധികവും ഹബീബായ തങ്ങളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദിന്റെ തെളിവുകളാണ്, അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ തെളിവുകളാണ്. മുത്തുനബിയുടെ മാതാപിതാക്കളെ നരകത്തിലാണെന്ന് പറഞ്ഞ് ബിദ്അത്തിന്റെ കക്ഷികളെ രംഗപ്രവേശനം ചെയ്തപ്പോ അല്ല എന്റെ മുത്തു റസൂലുള്ളാന്റെ മാതാപിതാക്കള് നരകത്തിലല്ല, അവര് സ്വർഗത്തിലാണെന്ന് പറയാൻ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയ തെളിവുകൾ ലോകത്തിന്റെ മുന്നിൽ നിരത്തിയ മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ലോകത്ത് 10 മുജദ്ദിദുകളെ പരിചയപ്പെടുത്തിയപ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ലോകത്ത് വന്ന ഏറ്റവും വലിയ പരിഷ്കർത്താവ് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, നവോത്ഥാന നായകൻ. ആ മഹാനവറുകളാണ് ഈ കാര്യം ലോകത്തോട് പറഞ്ഞത്. ഒരാൾ 70 തവണ അതല്ലെങ്കിൽ 100 തവണ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലി എല്ലാ ദിവസവും 7 തവണ ചൊല്ലിയാൽ അയാൾ മരിച്ച ഖബറിലേക്ക് ചെല്ലുമ്പോ അയാളുടെ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുക സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. താജുൽ ഉലമ തങ്ങളുപ്പാപ്പ ഈ സ്വലാത്തിന്റെ ഇജാസത്ത് കൊടുത്തു. തങ്ങളാണ് ശരി എന്ന് ഓരോ ദിവസം കഴിയുന്തോറും കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലം അതിന് സാക്ഷ്യം പെടുത്തുകയാണ്, കാലം അതിനെ ഒപ്പുവെക്കുകയാണ്. മാഷാ അല്ലാഹ്. താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ ആ വലിയ നേതൃത്വം അല്ലാഹുവേ അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഈ സ്വലാത്ത് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കണേ. മദനിയം കുടുംബം 5 കൊല്ലമായി അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും 7 തവണ ചൊല്ലുകയാണ്. വെള്ളിയാഴ്ച രാവിൽ 70 തവണ ചൊല്ലുകയാണ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم.